എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും വർദ്ധിപ്പിക്കാൻ വീട്ടിലെ പൂജാമുറി വൃത്തിയായിരിക്കണം. ധനമുണ്ടാക്കാൻ വഴികൾ പലതും തേടുന്നവരാണ് പലരും. ധനസമ്പാദ്യത്തിന് പൂജാമുറി പ്രധാനമാണ്. പൂജാമുറിയും ക്ഷേത്രം പോലെ തന്നെ പരിപാലിക്കണം. പൂജാമുറിക്കായി പ്രത്യേകം ഒരു സ്ഥലം ഉണ്ടാക്കുന്നതാണ് നല്ലത്. പൂജാമുറികളിലെ ഫോട്ടോകളെല്ലാം വൃത്തിയായി സൂക്ഷിക്കുക. പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുമ്പോൾ കിണ്ടിയിൽ ജലം വയ്ക്കുന്നത് ഏറെ നല്ലതാണ്. വിളക്ക് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. കിണ്ടിയിൽ ഒരു തുളസി ഇല കൂടി ഇടുന്നത് നല്ലതാണ്. കിണ്ടി വലതുഭാഗത്തായി വയ്ക്കണം. കിണ്ടി ദിവസവും കഴുകി വൃത്തിയാക്കി പുതിയ വെള്ളം വയ്ക്കണം. വടക്ക് കിഴക്ക് ദിശകളിൽ ദേവതകളുടെ ചിത്രം വയ്ക്കണം. വടക്ക് ദിശ ഈശാനകോൺ എന്ന് പറയും. ഈ ദിശ കുബേര ദിശ കൂടിയാണ്. ദേവീ ദേവന്മാരുടെ ചിത്രങ്ങളിൽ ദിവസവും തീർത്ഥജലം തെളിച്ച് ശുദ്ധമാക്കുന്നത് നല്ലതാണ്. പൂജാമുറിയിൽ പൊടി തുടച്ച് വൃത്തിയാക്കണം. അല്പം ജലം കൂടി വയ്ക്കുക. ഇങ്ങനെ ജലം കൂടി വയ്ക്കുന്നത് വരുണദേവൻ്റെ അനുഗ്രഹമുണ്ടാകും. വരുണദേവൻ്റെ അനുഗ്രഹം സമ്പൽ സമൃദ്ധി വരുത്താൻ സഹായിക്കും. പൂജാമുറിയിൽ വടക്ക് ദിശയിൽ അല്പം ശുദ്ധജലം വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഇത് ഓടിൻ്റെ പാത്രത്തിലാണെങ്കിൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ചില്ല് പാത്രത്തിലും വയ്ക്കാം. ശുദ്ധമായ പാത്രത്തിൽ വേണം വെള്ളം വയ്ക്കാൻ. ദിവസവും ഈ വെള്ളം മാറ്റുകയും വേണം. പാത്രം വീണ്ടും വൃത്തിയാക്കിയ ശേഷം വീണ്ടും വയ്ക്കാം. ഇതിലെ വെള്ളം വീടിൻ്റെ 4 ഭാഗത്ത് തളിക്കുന്നതും നല്ലതാണ്. ഇത് പോസിറ്റിവിറ്റി വരുത്തുവാൻ നല്ലതാണ്. പൂജാമുറിയിലെ ഈ ജലത്തിൽ ചില വസ്തുക്കൾ ഇടുന്നതും നല്ലതാണ്. ഒരു നുള്ളു പച്ചക്കർപ്പൂരം, ഏലക്കായ, കറുവപ്പട്ട എന്നിവ ഇടാം. ഇത് ധനം വരാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. ഇത് തടസ്സങ്ങളും ദുരിതങ്ങളും മാറാനും സഹായിക്കുന്നു. ഇവയിടാൻ സാധിക്കില്ല എങ്കിൽ ഒരു വെള്ളി നാണയം ഇട്ടാലും മതി. ഇതും വൃത്തിയാക്കാൻ മറക്കരുത്. ഇത്തരം കാര്യങ്ങൾ ദിവസവും ചെയ്യുന്നതും ഏറെ നല്ലതാണ്. ലക്ഷ്മി ദേവിയുടെ വിഗ്രഹവും താമരപ്പൂവിൽ ഇരിക്കുന്ന ലക്ഷ്മി ദേവിയുടെയും നാണയങ്ങൾ വർഷിക്കുന്ന ചിത്രങ്ങളും പൂജാമുറിയിൽ വയ്ക്കുന്നത് ധനാഗമനത്തിന് സഹായിക്കും. ദിവസവും രാവിലെയും വൈകുന്നേരവും പൂജാമുറിയിൽ നല്ലെണ്ണ വിളക്ക് കൊളുത്തുന്നതും വീട്ടിലെ നെഗറ്റീവ് ഊർജം ഇല്ലാതാക്കാൻ സഹായിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ ധനം വർദ്ധിപ്പിക്കുന്നതിനായി ആദ്യം ചെയ്യേണ്ടത് ധനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക. ലക്ഷ്മി കടാക്ഷം ഇല്ലാതെ സമ്പത്ത് വർദ്ധിക്കുന്നത് അസാധ്യമാണ്. പൂജാമുറിയിൽ എല്ലാ വെള്ളിയാഴ്ചയും വിളക്ക് കത്തിച്ച് ലക്ഷ്മി സ്തോത്രമോ കനകധാര സ്തോത്രമോ ജപിക്കുക. ഇത് സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കാൻ ഏറെ നല്ലതാണ്. എള്ളെണ്ണയോ നെയ്യോ ഏതെങ്കിലും ഒന്ന് ഒഴിച്ച് ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിൻ്റെയോ വിഗ്രഹത്തിൻ്റെയോ മുൻപിൽ വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുക. പാലും ശർക്കരയും ചേർത്തുണ്ടാക്കിയ മധുരം ദേവിക്ക് നിവേദ്യമായി നൽകുന്നത് നല്ലതാണ്. പൂജാമുറി എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. പൂജാമുറിയിലെ മാറാലകളെല്ലാം അടിച്ചുവാരി വൃത്തിയായി സൂക്ഷിക്കുക. ധനാഗമനത്തിന് പൂജാമുറി പ്രധാനമാണ്. പൂജാമുറിയിൽ വയ്ക്കുന്ന ഫോട്ടോകൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമസ്കാരം.